ഹലോ, ഞാനിന്ന് വെറൈറ്റി ഒരു ഐറ്റം ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. രണ്ടെണ്ണം തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്നാൽ ഇതൊരു വീഡിയോ എടുത്തേക്കാന്ന്. ഇതിൻ്റെ ഐറ്റംസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പുറത്തൊരു ചെറിയ അച്ഛൻ മലയ്ക്ക് പോയി വന്നപ്പം കൊണ്ടുവന്ന് നോക്കുകയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇത് നമ്മുടെ TTCയുടെ ആൽബം വർക്കാണ്. നൂല് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐറ്റം ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പം ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് സിമ്പിളായിട്ട് തോന്നിയത് ഈ ഫ്ലവർ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. സിമ്പിൾ ഹെവി എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടിനനുസരിച്ചിരിക്കും കേട്ടോ. എനിക്ക് സിമ്പിൾ എന്ന് തോന്നിയ ഈ ഒന്ന് ചിലപ്പോൾ മറ്റൊരാൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പം ഞാൻ രണ്ടെണ്ണം ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലാകെ ഉള്ളത് 3 കളറിലുള്ള നൂലുകളാണ് കേട്ടോ. അപ്പോൾ അതും വെച്ച് ഞാനൊന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി പച്ച ഇലയ്ക്കും തണ്ടിനുമായിട്ട് പച്ചയുണ്ട്, പിന്നെ പൂവൊരു റോസും മഞ്ഞയിലേക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കണ്ട വീഡിയോയിൽ ഒരു പേനയുടെ ഉള്ളിൽ നിബ്ബ് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നൂല് നിറച്ചിട്ട് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് കൊടുക്കാനാണ്. അപ്പം നമ്മുടെ കയ്യിൽ അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനുള്ളൊരു സാധനം ഇല്ലാത്ത കാരണം ആ നിബ്ബ് തന്നെ നമ്മൾ ഇത് സെറ്റാക്കാനുള്ളൊരു സാധനമായിട്ട് ഉപയോഗിക്കുകയാണ്. ഞാൻ ഈ സാധനം എന്ന് പറയണത് ആ സംഭവത്തിന് എന്താ പറയണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആലോചിച്ചിട്ട് വീഡിയോ ലാഗാക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ വേഗം സാധനം എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ നൂലിൻ്റെ അറ്റുണ്ടല്ലോ, അത് നമ്മുടെ സെൻറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതൊരു ഫ്ലവറിൻ്റെ മോഡലാക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ ചെയ്തപ്പോഴേക്കും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ പോകെ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് പാളുന്നുണ്ട്. അങ്ങനെ എളുപ്പമായിട്ട് അങ്ങോട്ട് വരുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് വീഡിയോ ഓൺ ആക്കിയതിന് ശേഷമാണോ ഞാൻ പതറിപ്പോണേന്നൊരു ഡൗട്ടുണ്ട്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, നമുക്കിപ്പോൾ നോർമലി നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റായി തോന്നുന്ന ഒരു കാര്യം ഒരാൾ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യാൻ കഴിഞ്ഞൊന്നും വരില്ല. അപ്പം ഞാനിപ്പോൾ ഇത് വീഡിയോ എടുക്കാനായിട്ട് ചെയ്തപ്പോൾ എനിക്കത് അത്ര അങ്ങോട്ട് സക്സസ് ആവാത്ത പോലെ തോന്നി. പിന്നെ ഞാൻ എന്തായാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കണമല്ലോ. സ്റ്റാർട്ട് ചെയ്ത് പോയില്ലേ, അപ്പോൾ ഇതിനൊരു എൻഡും കൂടി വേണം. ഞാൻ വോയിസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലുള്ളൊരു കാക്ക സ്റ്റോപ്പ് ചെയ്യും വിചാരിക്കുമ്പോൾ അത് പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതേ ഒരു കല്ലൊക്കെ എടുത്ത് അതിനെ ഒട്ടിച്ച് വിട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഏകദേശം 4 പൂവ് ഫിനിഷായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ വർക്കിനുള്ള മെറ്റീരിയൽസൊക്കെ നമുക്ക് ഇവിടെ സെൻറ്ററിൽ നിന്ന് തന്നെയാണ് കേട്ടോ തരുന്നത്. അതിൻ്റെ ഫുൾ പേയ്മെൻറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. അപ്പം അതിൽ കിട്ടിയതാണ് ഇതൊക്കെ. വലിയൊരു കുപ്പി പശ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ എൻ്റെ വീട്ടിൽ പോയ ടൈമിൽ ചില വർക്കുകളൊക്കെ അവിടെ നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 2 ദിവസം നല്ല ഇൻട്രസ്റ്റിലൊക്കെ വർക്ക് ചെയ്തിട്ട് പിന്നെ ഒരു വർക്കും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പശ വരുമ്പോൾ എടുക്കാനും മറന്നു. അതൊക്കെ ഈ ഫുൾ പേയ്മെൻറ്റിൽ പോയിട്ടുള്ള പശയായിരുന്നു, വലിയ കുപ്പി പശ. പക്ഷേ അത് മറന്നതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇവിടെ നമ്മുടെ അടുത്തുള്ള കടയിൽ നിന്ന് 5 രൂപയുടെ പശ വാങ്ങിയിട്ട് ഉപയോഗിക്കേണ്ടി വരികയാണ്. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ അറിഞ്ഞത് ഈ TTC വർക്ക് സ്റ്റാർട്ട് ചെയ്തത് മുതലാണ് കേട്ടോ. അപ്പം എനിക്കിതിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് തോന്നി. കാരണം നമ്മുടെ മൈൻഡിൽ നമുക്കിതുപോലൊക്കെ ചെയ്ത് തീർക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഇത് മനസ്സിലായിട്ടോ. എനിക്ക് ഇപ്പോൾ ഇതുപോലൊക്കെ ചെയ്യണം എന്നുള്ളത് വരുമ്പോൾ ഞാനിത് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യണത്. ഇന്ന മെറ്റീരിയൽ വെച്ചിട്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് ഞാൻ ആദ്യം യൂട്യൂബിൽ സെർച്ച് ചെയ്യും, പിന്നെയാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ ഫുള്ള് എൻ്റെ കഴിവല്ല, എന്നാൽ ഐഡിയാസൊക്കെ ഞാൻ യൂട്യൂബിൽ നിന്ന് എടുത്ത് എൻ്റേതായ രീതിക്ക് ചെയ്യുന്നു എന്നുള്ളൂ കേട്ടോ. ഇത്തരം വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ടൈം നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. പ്രത്യേകിച്ച് വീട്ടിലിരുന്ന് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഡെയിലി നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന പണികളും കാര്യങ്ങളും, അതുപോലെ തന്നെ കുട്ടികളുള്ളവരാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ, ഇപ്പം എനിക്ക് ചെറിയൊരു മോനുണ്ട്, അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഇതിൽ നിന്ന് നമ്മളൊരു ടൈം കണ്ടെത്തണം. നമ്മൾ പഠിക്കുന്ന ഈ ഒരു കോഴ്സിനായിട്ട് അതിൻ്റെ വർക്കുകൾ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ തന്നെയാണ് നമുക്ക് ടൈം കണ്ടെത്തേണ്ടത്. ഞാനൊരിക്കലും എൻ്റെ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു കോഴ്സ് ബുദ്ധിമുട്ടായിട്ട് ഒരിക്കലും കാണുന്നില്ല. കാരണം ഞാനത് അത്ര ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു കോഴ്സാണ്.
മുമ്പ് ഞാൻ TTC കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതും സെൻറ്ററിൽ പോയിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ സ്റ്റാർട്ട് ചെയ്ത മാസം തന്നെയാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി കൂടുതലും അതുപോലെ അവിടുത്തെ ക്യാൻറ്റീനിലെ സ്മെല്ലൊന്നും പറ്റാത്ത ഒരവസ്ഥ ആയതുകൊണ്ട് ആ കോഴ്സ് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. എന്തോ എനിക്ക് ആ ഒരു പ്രഗ്നൻസി ടൈം ഓരോരുത്തർക്കും ഓരോ മൈൻഡ് ആയിരിക്കുമല്ലോ. അപ്പം എൻ്റെ മൈൻഡ് എന്ന് പറയുന്നത് എനിക്ക് ഒരു സ്മെല്ലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണ ഒരു ടൈം ആയിരുന്നില്ല. ഞാൻ 7 മാസം വരെ മുട്ട, മീൻ, ഇറച്ചി ഇതൊന്നും കഴിക്കാണ്ടാണ് 7 മാസം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള എനിക്ക് ആ ഒരു ടൈം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പോയി വരാനും അവിടെ ഇരിക്കാനും. അപ്പം നമ്മളൊരാൾ കാരണം കൊണ്ട് അവിടെ ഉള്ള ബാക്കി സ്റ്റുഡൻസിന് അത് ബാധിക്കരുതെന്നും കൂടെ വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തത്. പിന്നെ ഓൺലൈനായിട്ട് എന്നോട് കണ്ടിന്യൂ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞതായിരുന്നു അവിടുത്തെ സാറ്. പക്ഷേ എനിക്കെന്തോ ഓൺലൈനിലായിട്ട് പോലും അതൊന്നും മൈൻഡിലേക്ക് എടുക്കാൻ പറ്റിയൊരു അവസ്ഥ ആയിരുന്നില്ല. അത്രയും ക്ഷീണം പിടിച്ച കുറച്ച് മാസങ്ങളായിരുന്നു അത്. ഇപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ മോൻ അത്യാവശ്യമൊക്കെ ആയി, അവന് 2.5 വയസ്സായി, കുറച്ചൊക്കെ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ടൈം ആയല്ലോ. അപ്പോൾ എനിക്ക് കൂടെ തോന്നി എനിക്ക് പോയി പഠിക്കാനുള്ളൊരു സാഹചര്യം ഇല്ലെങ്കിലും ഓൺലൈനിലായിട്ട് പഠിക്കാനുള്ളൊരു ടൈമായി എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഈ കോഴ്സ് എടുക്കാൻ കാരണം. ഇപ്പോൾ മോൻ തന്നെ എന്നോട് പറയൂ കേട്ടോ, ഞാൻ രാവിലെയൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യാനും പഠിക്കാനൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ട് അവൻ പറയും എൻ്റെ അടുത്ത്, അമ്മ രാവിലെ ഇരുന്ന് പഠിക്കണം കേട്ടോ അമ്മ എന്നൊക്കെ പറയും. അപ്പോൾ അവൻ തന്നെ നമ്മളെ മനസ്സിലാക്കി അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളെവിടെയും തളർന്നു പോകണില്ല. കാരണം നമ്മളുടെ വേണ്ടപ്പെട്ടവർ നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ സ്വന്തമായിട്ടൊരു വരുമാനം, അതാരാണ് ആഗ്രഹിക്കാത്തത്? സ്വന്തമായിട്ടൊരു ജോലി, നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു ജോലി. എനിക്ക് ടീച്ചിങ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മേഖലയാണ് കേട്ടോ. അതും കുഞ്ഞു മക്കളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ വിചാരിച്ചിരുന്നത് ഇതിൽ ചെയ്യുന്ന ചില വർക്കുകൾ ഇടാം, അതുപോലെ തന്നെ നമ്മുടെ ചില എൻജോയ്മെൻറ്റ്സ് ഇതിലിടാം, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോ അത്യാവശ്യം വ്യൂവേഴ്സൊക്കെ കിട്ടി ക്ലിക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിടുന്നൊരു വരുമാനം കിട്ടുകയാണെങ്കിൽ അത്രയും സന്തോഷമാണ്. കാരണം നമുക്കെന്ന് പറഞ്ഞൊരു വരുമാനം ഉള്ളത് അത്രയും നല്ലതാണ്. നമ്മുടെ ചില ചെറിയ കാര്യങ്ങളാണെങ്കിലും അതൊക്കെ നടത്താമല്ലോ. എന്നെ സംബന്ധിച്ച് എനിക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും ഹസ്ബൻഡ് സാധിച്ചു തരാറുണ്ട് കേട്ടോ. എന്നാലും എല്ലാവരെയും പോലെയും ആൾക്കും ഉണ്ട് ചില ടൈമിൽ ടൈറ്റ് ആവുന്ന ടൈം ഉണ്ടാവാറുണ്ട്. അപ്പോഴൊക്കെ എനിക്കും തോന്നാറുണ്ട് എനിക്കൊരു വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ ചില സാഹചര്യങ്ങൾ എനിക്ക് കണ്ടറിഞ്ഞ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഇപ്പം മുതൽ എനിക്കൊരു ഇതുണ്ട്, എൻ്റെ ഈ യൂട്യൂബ് ചാനൽ എന്നെങ്കിലും ഒരു വീഡിയോ ക്ലിക്കായി ഒരു വരുമാനം കിട്ടുകയാണെങ്കിൽ അതെനിക്ക് അത്രയും ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ഇപ്പം നമ്മൾ ഒരു വീഡിയോ ചെയ്ത് അതിന് വ്യൂവേഴ്സൊക്കെ കൂടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം ഇപ്പോൾ ഒരു 1000 വ്യൂവേഴ്സ് ആകുമ്പോൾ അത്രയും സന്തോഷം ഉണ്ടാവാറ്. പിന്നെ ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇടുന്ന വീഡിയോ ആദ്യം തന്നെ ക്ലിക്കാവുക അല്ലെങ്കിൽ ആദ്യം തന്നെ നല്ല വ്യൂവേഴ്സും ലൈക്കൊക്കെ കിട്ടുക എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും. ചിലവരിനി എത്ര അവരുടെ ക്രിയേറ്റിവിറ്റിയിൽ വീഡിയോ ചെയ്തിട്ടാലും ചിലപ്പോൾ ഒരുപാട് നാളുകൾ പിടിക്കുമായിരിക്കും ഒന്ന് ക്ലിക്കായി വരണം എന്നുണ്ടെങ്കിൽ. ഞാൻ സംസാരിച്ച് ഒരുപാട് കാര്യങ്ങളിലോട്ട് എത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ഫ്ലവർ ഏകദേശമൊക്കെ ഫിനിഷായി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഓരോ വോയിസ് ചെയ്യുമ്പോഴും ഞാൻ വേഗമാണ് ചെയ്യണത്. കാരണം സാധാരണ എൻ്റെ മോനക്ക് ഞാൻ എവിടെ ഇരുന്നാലും അല്ലെങ്കിൽ അവനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അവനെന്നെ ആവശ്യമില്ല. ഇന്നിപ്പം ഞാൻ ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് അതിനൊരു വോയിസ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അവന് ഞാൻ തന്നെ വേണം. അപ്പം ഞാൻ അവൻ്റെ കൂടെ കളിക്കുന്നുണ്ട്, അറ്റ് ദ ടൈം ഞാൻ വേഗം മാറി നിന്ന് വോയിസ് ചെയ്യുന്നുണ്ട്. അതാണ് വോയിസ് ഇത്രയും സ്പീഡായിട്ട് ഫീൽ ചെയ്യണത്. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഫൈനൽ ടച്ചപ്പൊക്കെയാണ് കേട്ടോ. ഇതുപോലെ ഒരുപാട് വർക്കുണ്ട് കേട്ടോ, എഗ് ഷെല്ല് വെച്ചിട്ട് സീക്വൻസ് വെച്ചിട്ടൊക്കെ. അതൊക്കെ ചില സമയത്ത് എനിക്ക് മടി കാരണം കൊണ്ട് ഞാൻ വീഡിയോ എടുക്കാറില്ല. കാരണം അത്രയും ടൈം അവിടെ ലാഗാവുണ്ടാവും വിചാരിച്ചിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് തരണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് നമുക്കൊരു പ്രോത്സാഹനമായിരിക്കും.
കൂടെ തന്നെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒഴിവ് ടൈമുകളിൽ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നന്ദി, നമസ്കാരം.